ഹായ്. നമ്മുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാക്കാനുള്ള ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവാം അല്ലേ? അതായത് ചെറുപ്പം മുതലേ നമ്മൾ ഓരോരുത്തർ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. ഓരോരുത്തർ നമ്മളോട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം, അടിച്ചമർത്തിയിട്ടുണ്ടാവാം, അവഹേളനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവാം, കളിയാക്കലുകൾ സഹിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ? അപ്പം നമ്മളതൊക്കെ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് വലിയൊരു മുറിവായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ? എപ്പോഴും അതിനെപ്പറ്റി ഓർക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമായിരിക്കും അല്ലേ ഉണ്ടാവുക. ഇപ്പം നമ്മൾ എന്താ ചെയ്യുക, നമ്മളെ മനസ്സിലിങ്ങനെ നീറി പുകഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല അല്ലേ? ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും അല്ലേ? പക്ഷെ നമ്മളത് മനസ്സിലിങ്ങനെ ഇട്ടുങ്ങണ്ട് കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മളോട് ചെയ്ത ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ ഒരു വ്യക്തിയോട് പോയി കണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തല്ലേ എന്നൊക്കെ ചെന്ന് ചോദിക്കാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ. കാരണം അവരത് മറന്നിട്ടുണ്ടാവാം. അവർ നിസ്സാരമായിട്ട് കാണുന്ന കാര്യമായിരിക്കാം നമ്മൾ ഭയങ്കര വിഷമങ്ങളായിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് അല്ലേ? നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരോട് പോയി പറയുന്നതിന് പകരം നമ്മളെ മനസ്സിലെ വിഷമങ്ങൾ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കാം. അവർ മറന്ന പോലെ നമ്മൾ മറക്കണം. നമ്മൾ മറക്കാനായിട്ടുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിലേ തുടങ്ങി നമ്മൾക്കുണ്ടായിട്ടുള്ള ആ ഒരു വിഷമം എന്താണെന്നുള്ളത് ഒരു ബുക്ക് എടുത്തിട്ട് ഒരു പേന എടുത്തും കണ്ട് നമ്മൾ എഴുതാം. ആരാണോ നമ്മളോട് ആ തെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അയാളെ നമ്മൾ കൺമുമ്പിൽ കൊണ്ടുവരാം. എന്നിട്ട് അയാളോട് പറയണ പോലെ നമ്മൾ എഴുതാം. നീ എന്നോട് അന്ന് അങ്ങനെ ചെയ്തു, നീ എന്നെ അന്ന് അങ്ങനെ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ വിഷമമുള്ള വാക്കുകളൊക്കെ പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന്, നീ അത് മനസ്സിലാക്കാതെ തന്നെ തെറ്റിദ്ധരിച്ചിട്ടാണ് നീ എന്നെ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അല്ലെങ്കിൽ ഞാൻ അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം, അതിന് നീ എന്നെ എത്രയോ വഴക്ക് പറഞ്ഞു, എനിക്ക് എത്രയോ വിഷമമുണ്ടായി അന്ന്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്നുണ്ടായ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നമ്മൾ എഴുതിയിട്ട് എന്നിട്ട് ലാസ്റ്റ് പറയാം, എനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുകയാണ്, നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും കൂടി എനിക്ക് നിന്നോട് ക്ഷമിക്കാനായിട്ട് കഴിയും, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നിട്ട് ആ ഒരു കടലാസ് നമ്മൾ കീറിക്കളയുക അല്ലെങ്കിൽ കത്തിച്ച് കളയുക ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ നിന്ന് ഒരു വലിയൊരു പാരൊഴിഞ്ഞ പോലെയാണ് തോന്നാം. അതുപോലെ ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ എഴുതാം എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ മനസ്സ് വളരെ ശാന്തമാകും, വളരെ സന്തോഷമുള്ളൊരു ലൈഫായിട്ട് മാറാനായിട്ട് കഴിയും. കാരണം അപ്പോൾ നമ്മളെ മനസ്സിൽ ബ്ലാങ്ക് ആവുമല്ലോ, എല്ലാ കാര്യത്തിലുള്ള വിഷമങ്ങളൊക്കെ പോയി നമ്മൾ ആ ഒരു വ്യക്തിനെ നമ്മൾ മറക്കാണ്. ആ ഒരു വ്യക്തി നമ്മളോട് ചെയ്ത കാര്യങ്ങളും വിഷമങ്ങളൊക്കെ നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ വ്യക്തിയെ ഓർക്കേണ്ട, നമുക്ക് നെഗറ്റീവ് തരുന്നത് ആരാണോ അവരെ ഏറ്റവും അധികം ഓർക്കാതിരുന്നാൽ മതിയല്ലോ നമുക്ക് ലൈഫിൽ സന്തോഷം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കാം, നല്ലൊരു ടിപ്സാണ്, നിങ്ങളും ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ഇതിന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു ഓൾ.